ഇടിക്കുള്ള സാറിനെ ആ കില്ലർ വെടിവെച്ചിരിക്കുന്നത് ക്ലോസ് റേഞ്ചിലെ ആ ഒറ്റ ഷോട്ടിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും സ്പോട്ട് ഡെത്ത് ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുള്ളത്. സർ, അപ്പൊ ഇതൊരു പ്രൊഫഷണൽ കില്ലർ ആണല്ലേ? രാത്രി ഇടിയും മിന്നലും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ക്ലോസ് റേഞ്ചിലുള്ള ഒരു ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കില്ലറിന് ഇറ്റ്സ് ഈസി. യെസ്, എക്സാക്ട്ലി സാർ. ഈ എൻട്രി വൂഡിന്റെ ക്യാരക്ടറും ഗൺ ഫയറിങ്ങിന്റെ ആംഗിളും വെച്ച് നോക്കുമ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. ലെഫ്റ്റ് ഹാൻഡർ. 10-ാം തീയതി സൂര്യ തിയേറ്ററിൽ സെക്കൻഡ് ഷോന് ബുക്ക് മൈ ഷോയിൽ മനിയ 4 ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നിട്ട് മനിയും ഷൈനിയും എന്താ സിനിമക്ക് കയറാതിരുന്നത്? ഞങ്ങൾ സിനിമയ്ക്ക് കയറിയിരുന്നല്ലോ സാർ. സാറിന് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാ. നോ 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 നിങ്ങൾ തിയേറ്ററിന്റെ മുന്നിൽ എത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷെ സിനിമ കാണാൻ കയറിയത് ലയം ചെയ്തുള്ളതാണ്. ആം ഐ റൈറ്റ്? മനിയക്കും ഷൈനിക്കും പകരം ഓൾമോസ്റ്റ് സെയിം ഡ്രസ്സിട്ട 2 ഫ്രണ്ട്സാണ് തിയേറ്ററിനകത്തേക്ക് പോയത്. എന്നിട്ട് ആ ഫ്രണ്ടിന്റെ ബൈക്കിൽ നിങ്ങൾ അങ്ങോട്ടാ പോയത്? ഞങ്ങൾ എങ്ങോട്ടും പോയില്ല സാർ. ഞങ്ങൾ സിനിമ കാണായിരുന്നു. No! ഇനി കള്ളം പറയണ്ട. ഞങ്ങളെല്ലാം ട്രേസ് ചെയ്ത് കഴിഞ്ഞു. രേഖ, bring them. സർ, മൂന്നാറിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ വെച്ചാണ് ഞാനും മേഘയും എല്ലാരെയും പരിചയപ്പെടുന്നത്. എല്ലാവരുടെയും പെറ്റായിരുന്നു മേഘ. അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ചിരിച്ചും കളിച്ചും വഴക്കിട്ടും പരസ്പരം മനസ്സ് തുറന്നും ഞങ്ങൾ ആ ലൈഫ് നന്നായി എൻജോയ് ചെയ്തു. അമ്മ വിഷമിക്കണ്ട. ഇനി കുറച്ച് നാളും കൂടെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനങ്ങ് വരില്ലേ. പക്ഷെ വെറുതെ കരഞ്ഞ അച്ഛനെ കൂടെ വിഷമിപ്പിക്കല്ലേ. വിളിക്കാം, ഞാൻ പിന്നെ വിളിക്കാം. എന്താടാ, വീട്ടിൽ നിന്ന് കോള് വന്നല്ലേ? എനിക്ക് പറ്റുന്നില്ലടാ. അച്ഛനും അമ്മയും ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങളുടെ സന്തോഷത്തിന് അധിക നാൾ ആയുസില്ലായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി ആ രുദ്രയായിരുന്നു. അവൾ എന്നും മേഘയ്ക്ക് പിന്നിലായിരുന്നു. ബിസിനസ്സുകാരൻ ഗണേഷ് ശങ്കറിൻ്റെ മകൾ. സ്റ്റേറ്റ് ലെവൽ മീറ്റിൽ ഫസ്റ്റ് കിട്ടാൻ അവൾ അച്ഛനെ കൊണ്ട് ആ കടുങ്കൈ ചെയ്യിച്ചു. ഫൈനലിൻ്റെ തലേന്ന് മേഘയുടെ സ്പോർട്സ് കിറ്റിൽ ലഹരി മരുന്ന് വെച്ച് അവളെ ട്രാപ്പ് ചെയ്തു. സെർച്ച് ചെയ്യ് ബാഗൊക്കെ. എന്താ എൻ്റെ പേര്? എന്താ പേര്? ഡോണ സാർ. ഡോണ കിട്ടിയിട്ടുണ്ട് സാർ. കിട്ടി. ആരുടെ ഈ ബാഗ്? ആരുടെ ഈ ബാഗ് എന്ന്? അത് എന്റെ ബാഗാണ് സർ. അമ്പിളി സർ, പിടിച്ചാത്ത എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്ലീസ് സർ, ഒന്ന് വിശ്വസിക്കും പ്ലീസ്. എനിക്കറിയില്ല. അന്നവിടെ CI സൈമൺ ഇടിക്കുളായിരുന്നു. അയാളായിരുന്നു ഇതിന്റെ എല്ലാം പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ. മേഘയുടെ കേസ് ഞങ്ങൾ പുട്ടപ്പ് ചെയ്യുമെന്ന് ഇടിക്കുളയ്ക്ക് എങ്ങനെയോ ഇൻഫർമേഷൻ കിട്ടി. അതുകൊണ്ട് അയാൾ ആടൻ്റെ സഹായത്തോടെ മേഘയെ ഡിപ്രഷൻ കാരണം അവൾ ജയിലിനകത്ത് വെച്ച് കൈഞ്ഞേരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തെന്ന് വാർഡൻ റിപ്പോർട്ട് എഴുതി.
ഇതിനെല്ലാത്തിനും കാരണം ഇടിക്കുളയുടെ ക്രിമിനൽ ബുദ്ധിയാ. അന്നു മുതൽ ഞങ്ങൾ ഇടിക്കുലയുടെ പുറകിലായിരുന്നു. ആരാ ആരാന്ന്? നിങ്ങളോ? നിങ്ങൾ സിനിമയ്ക്ക് പോയില്ലേ? ഇല്ല സാറേ, പോകുന്ന വഴിക്ക് വണ്ടി ഒരാളെ തട്ടി. ആൾക്ക് ജീവൻ പോയോന്നൊരു ഡൗട്ട്. അതിനെന്നെ വിളിച്ചാ പോരായിരുന്നോ? വിളിച്ചു സാർ, കിട്ടിയില്ല. നല്ല മഴ ആയതുകൊണ്ടായിരിക്കും, റേഞ്ചില്ലായിരുന്നു. സാറേ ഇനി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളൂ, ഒന്ന് സഹായിക്കണം. എന്തിനാ ഗ്ലൗസ് ഒക്കെ? തെളിവ് നശിപ്പിക്കാൻ. എന്ത് തെളിവ്? കൊല്ലാൻ. ആരെ കൊല്ലാൻ? തന്നെ. കോഴത്തരം പറയാതെ പോവാൻ നോക്കു പിള്ളാരെ. മഴ നനഞ്ഞ് രണ്ടിനും വട്ടായെന്ന് തോന്നുന്നു. ഓർക്കാൻ നമുക്കിടയിൽ ഒന്നുമില്ലെങ്കിലും മറക്കാതിരിക്കാൻ ഒന്നുണ്ടല്ലോ. മൂന്നാർ സ്പോർട്സ് അക്കാഡമിയിലെ ഷൂട്ടർ മേഘയെ തനിക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കും അല്ലേ? അവളെ ഇല്ലാതാക്കാൻ വേണ്ടി ഗണേശങ്കർ തന്ന കാശിന് പുഷ്പിച്ചതല്ലേ തന്റെ ഈ ശരീരം? എനിക്ക് ആരെയും ഓർമ്മയില്ല. പോക്കത്തിന് പറയാ സ്ഥലം വിടെ. നിങ്ങളുടെ ലൈഫ് പണയം വെച്ചിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ചിലപ്പോൾ ലൈഫിൽ ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും സർ. ഒരു തവണ മാത്രമല്ല ഞങ്ങൾക്ക് അയാളെ കൊല്ലാൻ കഴിഞ്ഞുള്ളൂ. അതാ ഞങ്ങളുടെ വിഷമം. ഞങ്ങൾക്കതിൽ സങ്കടമില്ല സർ.